ഹലോ ഫ്രണ്ട്സ്, അലീനയും മനുവിൻ്റെയും വരാനിരിക്കുന്ന വിശേഷങ്ങൾക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ വേണ്ടി ഒരു കൂടി ഓർമ്മിച്ചുകൊണ്ട് വീഡിയോയിൽ കിടക്കാം. അങ്ങനെ നമ്മുടെ രോഹിത് ചോദിച്ച ചോദ്യം അത് വളരെ രീതിയിൽ ആഴത്തിൽ തന്നെ സ്പർശിച്ചിട്ടുണ്ട്. മാത്രമല്ല, നെഞ്ചത്ത് കുത്തി ഇറക്കുന്ന പോലെയുള്ള ഒരു ചോദ്യമാണ് ചോദിച്ചത്. അമ്മയ്ക്ക് കല്യാണത്തിന് മുമ്പേ അമ്മ പ്രസവിച്ചിട്ടുണ്ടോ, അച്ഛന് വേറെ ബന്ധമുണ്ടായിരുന്നോ എന്നുള്ള രീതിയിൽ ആ ചോദ്യത്തിൻ്റെ പൊരുൾ എന്താണ്, എന്തിനാണ് അവൻ ചോദിച്ചത്. മാത്രമല്ല, അതിന് ചോദിച്ച ചോദ്യം കഴിഞ്ഞ ശേഷം താൻ റൂമിൽ വന്ന് കിടക്കുകയും തൻ്റെ 23 വർഷത്തിന് മുമ്പേ അല്ലെങ്കിൽ 24 വർഷത്തിന് മുമ്പേ തൻ്റെ പ്രണയം സ്റ്റാൻലി ആയിട്ടാണുള്ള പ്രണയവും പിന്നീട് നടന്നിട്ടുള്ള ശാരീരിക ബന്ധവും അതിലുണ്ടായ ഒരു ആ കൊച്ച് എവിടെയായി എന്തായി ഒന്നും അറിയാത്ത രീതിയിലുള്ള ആ കൊച്ചിനെ പ്രസവിക്കാൻ വേണ്ടി പ്രഗ്നൻ്റ് ആയിട്ട് ഇരിക്കുന്ന സമയം മുതൽ നമ്മുടെ സ്റ്റാൻലി തിരിച്ച് നാട്ടിൽ വരുന്നവരെയുള്ള സിറ്റുവേഷൻ എല്ലാം ഓർത്തെടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ പെട്ടെന്നൊരു വിളിയിൽ വൈജ എഴുന്നേക്കുവാണ്. അതായത് നമ്മുടെ ബബിത വന്ന് വിളിച്ചിട്ട്, അമ്മ ഞങ്ങൾക്ക് കഴിക്കാൻ ചായ എന്ത് എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കുന്നുണ്ട്. ആ ചോദ്യത്തിൽ ഏത് പറയണമെന്ന് മറുപടി പറയാൻ പറ്റാത്ത രീതിയിൽ നമ്മുടെ വൈജയന്തി അങ്ങനെ തകർന്ന് നിൽക്കുവാണ്. അപ്പം അതായത് തൻ്റെ മക്കൾക്കൊന്നും ഉണ്ടാക്കി കൊടുക്കത്തില്ല, തൻ്റേതായിട്ടുള്ള രോഗത്തിൽ പോയി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ എന്നുള്ള രീതിയിൽ. എന്നിട്ട് നമ്മുടെ ബബിതിനെയും കുറേ വഴക്കൊക്കെ പറഞ്ഞിട്ട് വിടുന്നുണ്ട്. ഇതെല്ലാം കഴിയുമ്പോൾ രാത്രി ആകുമ്പോഴത്തേക്ക് പിന്നെ രോഹിതിനെ കാണുന്നുണ്ട്. നീ എന്തിനാടാ, ഞാൻ വേറെ പ്രസവിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ എനിക്ക് കല്യാണത്തിന് മുമ്പ് ഞാൻ വേറെ പ്രസവിച്ചതാണോ, അല്ല അച്ഛന് വേറെ ബന്ധമുണ്ടോ എന്നൊക്കെ ചോദിച്ചതിൻ്റെ കാര്യം എന്താ, നീ എന്തിനാ അങ്ങനെയൊക്കെ സംസാരിക്കുന്നത്, എന്തിനാ പറയുന്നതെന്ന് ചോദിക്കുമ്പോഴത്തെ പറയാം, അതല്ല ഞാൻ 10-22 വർഷമായിട്ട് അമ്മ അച്ഛനെ ഒരു അടിമയെ പോലെയാണ് ഇവിടെ ജീവിപ്പിച്ചേക്കുന്നത്, അല്ലാതെ ഒരു ഭർത്താവായിട്ടുള്ള കൊടുക്കേണ്ട ബഹുമാനം അമ്മ കൊടുത്തിട്ടില്ല. അതുപോലെ അമ്മ നടക്കേണ്ടതായിട്ടുള്ള രീതി അമ്മ നടന്നിട്ടില്ല. എന്തിനാ അമ്മ ഇത്ര കാലങ്ങൾ ഇങ്ങനെ നടന്നത്? ഞാൻ എന്തിനാ എൻ്റെ ഭർത്താവിനെ അടിമയായിട്ട് ജീവിപ്പിക്കുന്നത്? ഞാൻ എന്തിനാ എൻ്റെ കെട്ടിയവനെ ഞാൻ അങ്ങനെ വേറെ രീതി കണ്ടിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല, നീ എന്താ അങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അല്ല, അമ്മയുടെ ജീവിത രീതി ഞങ്ങൾക്കൊരു പ്രായം ഒരു 10 വയസ്സ് മുതൽ നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു 5-6 വയസ്സ് മുതൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അമ്മ എന്താണ് അപ്പൻ്റെ അടുത്ത് കാണിക്കുന്ന കാഴ്ചകൾ നമുക്കറിയാൻ പറ്റും. അമ്മ എപ്പോഴും അമ്മയുടേതായുള്ള ആവശ്യങ്ങൾ, അമ്മയുടേതായ അഭിപ്രായങ്ങൾ മാത്രം ഉന്നയിപ്പിച്ച് അതിനൊരു സപ്പോർട്ടോടെ നിൽക്കുന്ന ഒരു പുരുഷനെ മാത്രമാണ് അമ്മ ജീവിതത്തിൽ വേണമെന്ന് ഉദ്ദേശിച്ചത്. അല്ലാതെ അപ്പൻ്റെ വികാരങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കി കൂടെ നിൽക്കാൻ അമ്മയ്ക്ക് പറ്റിയിട്ടുണ്ടോ? അത് അമ്മ ഇപ്പോൾ ഒരു കറി വെക്കുവാണെങ്കിൽ ആ കറി വെച്ചിട്ട് അച്ഛനത് നല്ലതാണെന്ന് പറഞ്ഞാൽ പോലും ഇല്ല, ഈ പ്രാവശ്യം അത് കൊള്ളത്തില്ല, അത് അടുത്ത പ്രാവശ്യം ശരിയാക്കാം എന്ന് പറഞ്ഞ് അത് അപ്പൻ്റെ അഭിപ്രായത്തെ കടത്തി വെട്ടുന്ന രീതിയിലുള്ള ഒരു ചിന്താഗതി ഉള്ളൊരു വ്യക്തിയാണ് നിങ്ങൾക്ക് എപ്പോഴും നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾ മാത്രം, അല്ലാതെ കൂടെ നിൽക്കുന്നവരുടേതായിട്ടുള്ള അവരൊരു മനുഷ്യനാണ്, അവർക്ക് വിചാരങ്ങളുണ്ട്. അവർ ഈ ലോകത്ത് ജീവിക്കുന്നത് അവർക്കും അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ നടത്തണം, കൂടെയുള്ള സപ്പോർട്ടോടെ നിൽക്കണം എന്നുള്ള രീതിയിൽ അമ്മ ചിന്തിച്ചിട്ടില്ല. സ്നേഹിക്കപ്പെടണം, അമ്മ മാത്രം സ്നേഹിക്കപ്പെടണം, അമ്മേനെ എല്ലാവരും കാണണം, അമ്മ പറയുന്ന അഭിപ്രായം കേൾക്കണം, അമ്മ പറയുന്നതായിട്ടുള്ള രീതി ജീവിക്കണം എന്നുള്ള രീതിയിലുള്ള. ഞങ്ങളൊക്കെ എന്നാ പുഴുക്കളാണോ? കാരണം ഞാൻ മറ്റുള്ളവർ എപ്പോഴും വളർത്താനും കൊണ്ടു നടക്കാനും കൊല്ലാനും മാത്രം ജനിക്കപ്പെട്ടതായിട്ടുള്ള മൃഗങ്ങളും പുഴുക്കളും മാത്രം ആണ് ഞങ്ങൾ ജീവിക്കുന്നത്, അല്ലെന്ന ഞങ്ങളുടെ അഭിപ്രായത്തിന് വേണ്ടി ജീവിക്കാൻ വേണ്ടി. ഇതെല്ലാം ഒരു പരിധി വരെ 10-22 വർഷം ഒരു പുരുഷൻ അമ്മയുടെ കീഴിൽ തന്നെ ജീവിക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ് അതിൻ്റെ ഇത്? തൻ്റെ ഒരു ആയുസ് പോയല്ലോ. അത് അത്രമാത്രം എൻ്റെ അപ്പൻ വളരെ വേദനിച്ചൊരു ജീവിതം നയിച്ച്. നീയൊക്കെ ഇത്രയും പറയാറായിട്ടുണ്ടോ? നീ എന്താണ് ഇങ്ങനെ പറയുന്നത്? കാരണം നിന്നെ ഇത്ര വളർത്തിയത് ഞാനാണ്, നിന്നെ പോറ്റി പുലർത്തിയത് എല്ലാം ഞാനാണ്, ഞാൻ കൊണ്ട് നടന്ന ഒരു ചെറുക്കനാണ് ഞാനില്ലായിരുന്നെന്നുണ്ടെങ്കിൽ നീയൊക്കെ വളരത്തില്ല, നീയൊക്കെ നിൻ്റെ അപ്പിയും മൂത്രവും ഇതെല്ലാം വാരിക്കോരി നിന്നെ പരിപാലിച്ച് ഒരുക്കിയെടുത്ത് കൊണ്ട് നടന്നതേ എൻ്റെ ഒരു മുഖമുണ്ട്. ആ സമയത്ത് നിൻ്റെ അപ്പൻ ഇവിടെ കിടന്ന് പോത്തുപോലെ ഉറങ്ങുമായിരുന്നു, കുറുക്കം വലിച്ച് ഉറങ്ങുമായിരുന്നു. അപ്പം അവിടെ ഞാനാണ് നിന്നെ സംരക്ഷിച്ചെന്ന് പറയുമ്പോഴത്തേക്ക് അമ്മ എന്ത് പറയുന്നത്? ഈ ലോകത്തുള്ള എല്ലാ അമ്മമാരുടെ ദൗത്യം അല്ലെങ്കിൽ ഉത്തരവാദിത്വം അത് തന്നെയാണ്. അല്ലാതെ ഈ പശുക്കൾ പോലും തൻ്റേതായിട്ടുള്ള കുട്ടികളെ കിടാക്കളെ നക്കിത്തുടച്ച് കൊണ്ട് നടക്കുന്നത് അവർ ജനിപ്പിച്ചത് കൊണ്ട് മാത്രമാണ്. അന്യൻ്റേതായിട്ടുള്ളൊരു പൈതലിനെ അന്യനാണ് കുഞ്ഞിനെ ഒരിക്കലും ആരും സംരക്ഷിക്കത്തില്ല, ഇത്രയും കൊണ്ട് നടക്കത്തില്ല. തൻ്റേതായതാണ് തൻ്റെ രക്തമാണെന്ന് മനസ്സിലാക്കുന്നത് കൊണ്ട് മാത്രം കൊണ്ട് നടക്കുന്നതാണ്. മറ്റുള്ളവർ ഉണ്ടാക്കിയിട്ട് കൊച്ചിനെ പോലും വളർത്തുന്ന ഏതൊരു സ്ത്രീ ഉണ്ടെങ്കിൽ അവരേറ്റവും നല്ല യോഗ്യത അർഹിക്കപ്പെട്ട, അല്ലാതെ എന്തിനും യോഗ്യത, ദൈവത്തിന് തുല്യം അവരെ കാണണം.
പക്ഷേ അമ്മയ്ക്ക് ഒരു കാര്യം പറയാം, ഇവിടെ അച്ഛൻ്റെ മകളാണ് അലീന ചേച്ചി എന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ട് ആ ചേച്ചീനെ സംരക്ഷിക്കാൻ അമ്മയെ കൊണ്ട് പറ്റുന്നില്ല? അമ്മ ഈ പറയുന്നുണ്ടല്ലോ, 10 മാസം ഞങ്ങളെ വയറ്റിൽ ചുമന്ന് വളർത്തി, പിന്നെ ഇത്രയും വളർത്തിയെടുത്ത് ഞങ്ങളെ പഠിപ്പിച്ചു, ഉണ്ണാൻ തന്നു, കൊടുക്കാൻ തന്നു, എല്ലാ രീതിയിലും അമ്മ അങ്ങനെ കൊണ്ട് നടക്കുമെന്ന് പറയുന്നുണ്ടല്ലോ. പക്ഷേ എന്തുകൊണ്ട് അമ്മയ്ക്ക് അലീന എന്ന് പറഞ്ഞൊരു കൊച്ചിനെ നോക്കാൻ പറ്റുന്നില്ല? കാര്യം എന്ന് പറഞ്ഞാൽ അവർ വളർന്നു വന്നത് സ്വന്തം കാര്യം നോക്കാറായി. ആ പെണ്ണിന് ഇത്തിരി സ്നേഹം മതി, ഇത്തിരി വാത്സല്യം മതി. തൻ്റെ അപ്പനാണ് ബാലചന്ദ്രൻ നിന്ന് അവരും പറയുന്നു, ആ കൊച്ചും പറയുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ട് അമ്മയ്ക്ക് അവർ നോക്കാൻ പറ്റില്ല? എന്തുകൊണ്ട് നോക്കാൻ പറ്റാത്തതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് തിരിച്ചറിവുണ്ട്, അമ്മയുടെ മക്കൾ അവളല്ല എന്ന് തിരിച്ചറിവുണ്ട്. ഇപ്പം കൂടാതെ അവളിവിടെ വന്നപ്പോഴത്തേക്ക് അപ്പനുമായിട്ട് വേറെ ബന്ധമാണോ അല്ലെങ്കിൽ അവിഹിതമാണോ അതാണോ ഇതാണെന്നൊക്കെ ചിന്തിച്ച് കൂട്ടി അമ്മ ചിന്തിക്കുന്നത്. അല്ലാതെ അമ്മയ്ക്ക് വേറെ ആരോടും സ്നേഹമില്ല. അമ്മയ്ക്ക് അമ്മയോട് മാത്രമേ സ്നേഹമുള്ളൂ. അമ്മയ്ക്ക് അമ്മയുടെ കാര്യം മാത്രം നടന്നാൽ മതി. അമ്മയ്ക്ക് അമ്മയുടെ കാര്യങ്ങൾ മാത്രം ഈ ലോകത്തിൽ നേടിയെടുത്താൽ മതി എന്നുള്ള ചിന്താഗതിയാണ്. കൂടെ നിൽക്കുന്നവർ അവരുടെ വികാരങ്ങൾ എന്താണ്, അവരുടെ വിചാരങ്ങൾ എന്താണ്, അവർക്ക് ഈ ലോകത്ത് ജനിക്കണം, ജീവിക്കണം, അവർക്ക് സപ്പോർട്ടോടെ ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ അമ്മ അവരെ ഒരു വലിയൊരു നിലയിലെത്തിക്കും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഏതോ ബഹളം ഉണ്ടാക്കുകയാണ്. നീ എന്നോട് ചോദ്യം ചെയ്യാറായില്ല, നീ ഇങ്ങനെ ഇത്രയൊക്കെ ആയല്ല, നിന്റെ പണി നോക്കി പൊക്കോ. കാരണം ഇനി മേലാൽ എൻ്റെ അടുത്ത് ഇങ്ങനെയുള്ള കാര്യം സംസാരിച്ചുകൊണ്ട് വരരുത്. പിന്നെ നിൻ്റെ അലീനയായിരിക്കും ഇതൊക്കെ പറഞ്ഞു തന്നത്, അത് അവളെ എനിക്കൊന്ന് കാണണം, നീ എനിക്ക് അവളുടെ നമ്പർ താ, അല്ലെങ്കിൽ അവളുടെ അഡ്രസ്സ് പറയുമ്പോഴത്തേക്ക് അമ്മ കാണേണ്ട കാര്യമില്ല. കാരണം ഞാൻ അലീന ചേച്ചിനെ പോയി കണ്ടത്, അച്ഛന് വേറെ ബന്ധമുണ്ടെന്നല്ല അമ്മ പറഞ്ഞ്. അതൊന്നും അല്ല. കാരണം അലീന ചേച്ചീനെ കൊണ്ട് കാണിച്ചു, അച്ഛൻ എന്നെ കാണിച്ചു. അതുപോലെ അലീന ചേച്ചിയുടെ കൂടെ നിന്നു. അലീന ചേച്ചിയുടെ ഒരു ദിവസം തങ്ങിയിട്ട് ഞാൻ ഇങ്ങോട്ട് വരുന്നത്. അപ്പം അലീന ചേച്ചിയുടെ സ്നേഹം മനസ്സിലാക്കിയിട്ട് ആ സ്നേഹവതിയായിട്ടുള്ള സ്ത്രീയുടെ അല്ല പെണ്ണിൻ്റെ മുമ്പെയാണ് ഞാൻ ജീവിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇനി അവിടെ പോയി ആ ചേച്ചിയോട്ടുള്ള ബന്ധം കൂടുതലായിട്ട് അടുപ്പിക്കാൻ തന്നെ ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്കും അമ്മ പറയും, ശരി എന്നെ കൊണ്ടുപോകണ്ട, നിൻ്റെ പെങ്ങന്മാർ 2 പേരുണ്ടല്ലോ, നിൻ്റെ ഭവിതയും കൃഷ്ണമോളും ഉണ്ടല്ലോ, അവരെ കൊണ്ടുപോകുമെന്ന് പറയുമ്പോഴത്തേക്ക് ഞാനെന്തിനാ ഒരു ദിവസം അവരെ കൊണ്ടുപോകും, ഞാനെന്തിനാ ഇപ്പം ധൃതി കാണിക്കുന്നത്, ഒരു ദിവസം അവരെയും കൊണ്ടുപോയി അവരെയും കാണിക്കണം, അവർക്കും ആഗ്രഹങ്ങളുണ്ട് എന്നൊക്കെയാണെന്ന് പറയാം. ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് അങ്ങോട്ട് 2 പേരും പറഞ്ഞ് പിരിവാണ്. എന്നിട്ട് രോഹിത്തിനെ കിടക്കാൻ പറഞ്ഞു വിട്ടിട്ട് നേരെ വൈദ്യ റൂമിലേക്ക് വരികയാണ്. വൈദ്യ റൂമിലേക്ക് വന്നിട്ട് പിന്നെയും ആലോചന പോവുക. തന്നെ 10 മാസം ഗർഭിണിയാക്കിയ ആ വ്യക്തി, അതായത് ഒരു 5-6 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് കല്യാണം നടത്താമെന്ന് പറഞ്ഞ് നാട്ടിലേക്ക് പോയ ആ സ്റ്റാൻലി ജോസഫ് തിരിച്ച് 10 ദിവസത്തിനുള്ളിൽ വരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണം റെഡിയാക്കി എല്ലാം ശരിയാക്കിയിട്ട് വരാമെന്ന് പറഞ്ഞാൽ ആ വ്യക്തി എന്ത് കാണുന്നില്ല, തന്നെ കളിപ്പിച്ചിട്ട് പോയ ഒരു വ്യക്തി പിന്നീട് കാണുന്നത് തൻ്റെ ആങ്ങളമാർ വന്ന് തിരിച്ചു കൂട്ടിക്കൊണ്ട് വരുന്നതാണ്. അപ്പോൾ തിരിച്ചു കൂട്ടിക്കൊണ്ട് വരുമ്പോഴത്തേക്ക് തൻ്റെ നാട്ടിൽ പാലായിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ നാട്ടുകാർ മുഴുവനും അപ്പനെയും അമ്മേനെയും സഹോദരങ്ങളെ എല്ലാവരും ഇല്ലാതാക്കും. പക്ഷേ അതിന് മടിച്ചിട്ട് നേരെ ആങ്ങളമാരെ നേരെ കൊണ്ടുവന്ന രാവുണ്ണി എന്ന് പറഞ്ഞ അമ്മാവൻ്റെ അടുത്താണ്, നമ്മുടെ തിരുവനന്തപുരത്തുള്ള രാവുണ്ണി അമ്മാവൻ്റെ വീട്ടിലാണ്. അവിടെ അങ്ങനെ കൊച്ച് വൈജയന്തി കുറേ നാളങ്ങനെ തള്ളി നീക്കി. അതിൻ്റെ ഇടയ്ക്ക് പറയുന്നുണ്ട്, എനിക്ക് സ്റ്റാൻലിയെ കാണണം, എനിക്ക് സ്റ്റാൻലിയാണ് ഇതിൻ്റെ ഉത്തരവാദി, സ്റ്റാൻലി ആയിട്ടുള്ള വിവാഹം നടത്തണം എന്നൊക്കെ ആങ്ങളമാരോട് ശരിയാക്കാം നോക്കാം എന്നൊക്കെ പറഞ്ഞ് അന്നും പിടിവാശിക്കൊന്നും കുറവൊന്നുമില്ല നമ്മുടെ വൈജയന്തിക്ക്. അപ്പോൾ ഇതെല്ലാം ചിന്തിച്ച് കൂട്ടിക്കൊണ്ടിരിക്കുക. അപ്പോൾ പറയുന്നുണ്ട്, എനിക്ക് എൻ്റെ സ്റ്റാൻലിയെ കണ്ടേ പറ്റത്തുള്ളൂ, ഈ വയറ്റിൽ വന്ന കൊച്ചിൻ്റെ അച്ഛൻ സ്റ്റാൻലിയാണ്, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ കല്യാണം നടത്തണം, വേറൊരു ആർഭാടമൊന്നും വേണ്ട, ചേട്ടന്മാർ ശരിയാക്കണം എന്ന് പറയുമ്പോഴത്തേക്ക് ശരി എന്ന് പറഞ്ഞ് പോവാണ്. അപ്പോൾ ചേട്ടന്മാർ പോയിട്ട് തിരിച്ച് വരുമ്പോഴത്തേക്ക് കല്യാണം അവനെ കാണുന്നില്ല, സംസാരിക്കാൻ പറ്റുന്നില്ല. അവർ വീട്ടുകാരോട് സംസാരിച്ചപ്പോഴത്തേക്ക് അവർ വീട്ടുകാർ പറഞ്ഞ് അവർക്ക് വേറെ കല്യാണം ആലോചിച്ചിട്ടുണ്ട്, അവനതിൽ സംഭവിച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് പറയുന്നതെന്ന് പറഞ്ഞു. പിന്നെ ഈ ഉത്തരം ഈ കാര്യങ്ങൾ വന്ന് വൈജയന്തിനോട് പറഞ്ഞപ്പോഴത്തേക്ക് ഇല്ല, നിങ്ങളെല്ലാം കള്ളത്തരം പറയുവാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതിനിടയ്ക്ക് തൻ്റെ അച്ഛൻ വരുന്നുണ്ട്. അച്ഛൻ വന്നപ്പോഴത്തേക്ക് അച്ഛനോട് പറയുന്നുണ്ട്, അച്ഛ എന്നോട് ക്ഷമിക്കണം. അച്ഛൻ്റെ കാലത്തൊട്ട് വീണ് കരഞ്ഞ് പറയുന്നുണ്ട്, അച്ഛ എനിക്ക് തെറ്റുപറ്റിപ്പോയി, ഇനി മേലെ ഞാനിത് ആവർത്തിക്കത്തില്ല, അല്ലെങ്കിൽ ഈ പ്രാവശ്യം ഇത് എങ്ങനെയും ഒന്ന് എനിക്ക് അവനുമായിട്ട് സ്റ്റാൻഡിയായിട്ട് കല്യാണം നടത്തണം. ഇത് അച്ഛൻ്റെ അമ്മയുടെയും എല്ലാ വീട്ടുകാരെല്ലാം മാനം കളയുന്നൊരു പരിപാടി ഞാൻ ചെയ്തത്, പക്ഷെ പറ്റിപ്പോയി, എനിക്ക് അത്രമേൽ ഇഷ്ടമാണ് ആ വ്യക്തിയെ, അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചു പോയെന്ന് പറഞ്ഞു. അച്ഛനും ആങ്ങളമാരെല്ലാം ക്ഷമിച്ചു. പക്ഷേ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് പിന്നെയും കല്യാണാലോചനയായിട്ട് ചെല്ലണം, എനിക്ക് പറ്റത്തില്ല, എനിക്ക് സ്റ്റാൻഡില്ലാതെ ജീവിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നേരെ പോവുകയാണ്.
പറഞ്ഞാൽ ആങ്ങളമാരും അച്ഛന്മാരെല്ലാം പോയിട്ട് ഇപ്പോൾ അതൊരു ഉത്തരവൊന്നും കിട്ടുന്നില്ല. അത് കഴിഞ്ഞ് അങ്ങനെ ഡേറ്റ് കൂടുന്തോറും തന്നെ പിന്നെ പോന്നിറങ്ങിയ 9-ാം മാസം കഴിഞ്ഞ് 10-ാം മാസത്തിലേക്ക് തന്നെ പൂർണ്ണ ഗർഭിണിയായിട്ട് പ്രസവത്തിന് കൊണ്ടുവന്നത്. അതായത് ഈരളടഞ്ഞതായിട്ടുള്ള വരാന്തയിലൂടെ സ്ട്രെച്ചറിൽ തള്ളിക്കൊണ്ട് പോകുമ്പോഴത്തേക്ക് താൻ മലറി വിളിച്ച് പറയുന്നുണ്ട്, എനിക്ക് എൻ്റെ സ്റ്റാൻലിയെ കാണണം, എനിക്കെൻ്റെ കൊച്ചിനെ വേണം എന്നുള്ളതിലൊക്കെ കരയുന്നുണ്ട്. പിന്നീട് അവർ അബോധാവസ്ഥയിൽ പോയാണ്. അങ്ങനെ ഒരു 8-10 ദിവസം അബോധാവസ്ഥയിൽ നിന്നിട്ട് പിന്നെ ബോധം കൊണ്ടുവരുമ്പോഴത്തേക്ക് തന്നെ ചോദിക്കുന്നുണ്ട്, എനിക്കെന്താ സംഭവിച്ചേ, എന്ത് പറ്റി, എൻ്റെ കുഞ്ഞെന്തി, ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നല്ലോ, പ്രസവമായിട്ട് കൊണ്ടുവന്നതല്ലേ, എൻ്റെ കുഞ്ഞെന്തി, അവളാണോ അവനാണോ? അപ്പം ആങ്ങളമാർ ശിവൻ അടുത്ത് വന്നിരുന്നിട്ട് സംസാരിക്കുന്നുണ്ട്. ശിവേട്ടൻ അടുത്ത് വന്നിട്ടുണ്ട്, മോളെ ഒരു കാരണവശാലും നീ പേടിക്കണ്ട, നിനക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല, പക്ഷേ നിൻ്റെ കൊച്ച് ഇല്ല എന്ന് പറയുമ്പോഴത്തേക്ക് ഇല്ല, നിങ്ങൾ കള്ളത്തരം പറയുക, എനിക്കെൻ്റെ കൊച്ചിനെ വേണം എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അടുത്തേക്കും സിസ്റ്റർ പറയുക, മാഡം ഈ അമ്മയും കൊച്ചിനും തമ്മിൽ ഒരാളെ മാത്രമേ രക്ഷപ്പെടുത്താൻ പറ്റത്തുള്ളൂ, അതുകൊണ്ട് ഒരാളെ രക്ഷപ്പെടുത്തുക, അതിൽ മാഡം മാത്രമേ രക്ഷപ്പെട്ടു, കുഞ്ഞ് മരിച്ചുപോയി എന്നുള്ളവരാണ്. പിന്നെ അലമുറയിട്ട കരയാണ്, എല്ലാവരും അകന്നു, അതായത് കൊച്ചു പോയി. അതായത് താൻ വിശ്വസിച്ചതായിട്ടുള്ള 10 മാസം വയറ്റിൽ ചുവന്ന ഒരു കൊച്ചിന് ജന്മം കൊടുക്കേണ്ടതായിട്ടുള്ള തന്ത, ആ അപ്പൻ എന്നെ കൈവിട്ട്, സ്നേഹിച്ച പുരുഷനായിട്ടുള്ള സ്റ്റാൻലി ജോസഫ് കൈവിട്ട്, ഇവനൊക്കെ എന്തിനാണ് ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്നതെന്ന് വരെ ചിന്തിച്ച് കൂട്ടുന്നതായിട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെ വൈജയന്തി ചെയ്യുന്നത്. അപ്പോൾ പറയും, ഇല്ല നിങ്ങളെല്ലാം കള്ളത്തരം പറയാമെന്ന് കുറേ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുമുണ്ട്. കാരണം തൻ്റെ ഒരു പ്രസവം നടന്നിട്ട് പോലും അടുത്ത് വരാത്ത ഒരു കെട്ടിയവനെ കുറിച്ച് അല്ലെങ്കിൽ പുരുഷനെ കുറിച്ച് ചിന്തിക്കുകയോ അതുപോലെ തന്നെ ആശ്വസിപ്പിച്ചില്ല, അവൻ എവിടെ എന്തെങ്കിലും കാണും, എനിക്ക് വേണ്ടി വരും എന്നുള്ള രീതി പറയുമ്പോഴത്തേക്ക് തൻ്റെ അച്ഛനും ആങ്ങളമാരെല്ലാം വന്ന് ഒരു കല്യാണക്കുറി കാണിച്ചിട്ടുണ്ട്. അതാണ്ട് സ്റ്റാൻലി ജോസഫിൻ്റെ കല്യാണമാണ്, ഇന്ന ദിവസം ഇന്ന സമയത്ത് ഇന്ന സ്ഥലത്ത് വെച്ച് നടക്കുന്ന കല്യാണമാണ്, നമ്മളെ അവൾ മറന്നിട്ടുണ്ട്, അവൻ്റെ വീട്ടുകാരെല്ലാം മറന്നിട്ടുണ്ട്, കുഞ്ഞിനെയൊക്കെ എവിടെയെങ്കിലും കൊണ്ട് കളയുക എന്നുള്ളതൊക്കെയാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി നീ അവന് വേണ്ടി കാത്തിരിക്കണം മോളെ എന്നൊക്കെയാണ് ചോദ്യമുണ്ട്. അങ്ങനെ തൻ്റെ പ്രസവം കഴിഞ്ഞു, താൻ സ്നേഹിച്ച പുരുഷനുമാകുന്നു, എല്ലാം കൊച്ചുമില്ല, ഒന്നുമില്ല. അങ്ങനെ ഒരു വർഷത്തേക്ക് പിന്നീട് നാട്ടിൽ നിന്നില്ല, നേരെ ഗംഗേട്ടൻ്റെ കൂടെ ഡൽഹി കയറിപ്പോയിട്ട് ഡൽഹിയിലൊരു മാലതി ചേട്ടത്തിയുടെയും ഗംഗേട്ടൻ്റെയും കൂടെ ആ ഒരു ക്വാർട്ടേഴ്സിൽ ഒരു ഒഴിഞ്ഞ മുറിയിൽ 1 വർഷം അങ്ങനെ തള്ളി നീക്കി, ചുവരുകൾ മാത്രം സാക്ഷികളാക്കി ആ 1 വർഷം അങ്ങനെ തള്ളി നീക്കിയ ഒരു ജീവിതമായിരുന്നു നമ്മുടെ വൈജയന്തിയുടെ. പിന്നീട് ഉറക്കത്തിൽ നിന്ന് ഉണരുവാണ്. ഇതൊക്കെയായിരുന്നു തൻ്റെ ജീവിതത്തിൽ നടന്നത്. ഇതെല്ലാം എൻ്റെ മക്കൾ അറിഞ്ഞോ, അല്ല ബാലേട്ടൻ അറിഞ്ഞോ, അല്ല വേറെ ആരും അറിഞ്ഞോ, ഇതറിയാൻ വേറെ ചാൻസും ഇല്ല. കാരണം അച്ഛനും അമ്മയ്ക്കും ആങ്ങളമാർക്കും പിന്നെ അതുപോലെ രാമുണ്ണിയമ്മാവന് മാത്രമേ അറിയത്തുള്ളൂ. ഇതല്ലാതെ വേറെ ആർക്കും എൻ്റെ ജീവിതത്തെക്കുറിച്ച് അറിയത്തില്ല. പക്ഷേ ഈ കാര്യങ്ങൾ ഇപ്പോൾ ആര് പറഞ്ഞു കൊടുത്തു, എന്ത് പറഞ്ഞു കൊടുത്തു, എങ്ങനെ പറഞ്ഞു കൊടുത്തു, അല്ലെങ്കിൽ എങ്ങനെ ഇതറിഞ്ഞു, അല്ലെങ്കിൽ ഊഹാപോഹങ്ങൾ വെച്ച് സംസാരിക്കുന്നതാണോ എൻ്റെ മക്കളും എൻ്റെ കെട്ടിയവനും ഒക്കെ സംസാരിക്കുന്നതാണോ എന്നുള്ള ഇതിലൊക്കെ ചിന്തിച്ച് കൂട്ടുന്നുണ്ട്. ഇതെല്ലാം കോർത്ത് എനിക്കൊരു അടിപൊളി വിശേഷമാണ് അടുത്ത ദിവസം കടന്നു വരാൻ പോകുന്നത്. ഖത്തറിൽ തന്നെ കാണാം. നിങ്ങൾ ഓരോരുത്തരെ സപ്പോർട്ട് ചോദിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ പറയുന്നു. സൈനിങ് ഓഫ്. താങ്ക് യു.